പഴയ വീഡിയോസ് കാണുമ്പോ ഇപ്പൊ നമുക്ക് ചിരി ആണോ? നമ്മള് കാട്ടിക്കൂട്ടിയ ഇങ്ങനെയാണോ അഭിനയിച്ചതെന്ന് നമ്മൾ മുത്തു മുന്ന എന്റെ അമ്മേ. ആൾക്കാർ നമ്മളെ ഓരോന്ന് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ ആദ്യം തുടങ്ങിയ ടൈമിൽ എങ്ങനെ എത്തൂല അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ടൈമിൽ ചീത്ത പറിച്ചില്ല എല്ലാവർക്കും. അത് ആൺപിള്ളേരല്ല, പെൺപിള്ളേർക്ക് പെൺപിള്ളേര് തന്നെയാണ് ശത്രുക്കള്. അപ്പം ഞാൻ എന്നാൾക്ക് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പ്രഗ്നൻസിയുടെ ഒരു ഡേ ഇട്ടു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നീ അല്ല ആദ്യത്തെ ഗർഭിണി. മുത്തനാണെങ്കിൽ വേറൊരു അക്കൗണ്ട് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ കൊടുക്കും. ഇനി ഇവരുടെ നെറ്റ് കമന്റ്സിന് റിപ്ലൈ വരുന്നത് ആ ഫേക്ക് അക്കൗണ്ട്. എന്താ ഫേക്ക് അക്കൗണ്ടിന്റെ പേര്? വയ്യാത്തൊരു കൊച്ച. അപ്പൊ അത് നമ്മളെ കണ്ടിട്ട് അതിന്റെ ഉമ്മേടെ അടുത്ത് പറഞ്ഞു ഇത്തി അവരെ വിളിച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ വയ്യാതൊരു ഒരു കൊച്ച്, അവള് നമ്മളെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേറെ അങ്ങനെ വീഡിയോസ് ഒന്നും കാണാറില്ല. അപ്പൊ അവള് നമ്മളെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചത് ഭയങ്കര സന്തോഷമാണ്. എന്റെ യൂട്യൂബിന്റെ പൈസ ഞാൻ വീട്ടിലാണ് സാധാരണ കൊടുക്കാറ്. അച്ഛന് വയ്യാത്തയാണ്, അപ്പോഴത്തേക്ക് ഞാനാണ് വീട്ടുകാർ മൊത്തം. കൊച്ചിച്ച് ഇങ്ങനെ വയ്യാതായി, പാർക്കിൻസിനാണ് കൊച്ചിച്ച്. ഇപ്പൊ ഞാൻ തന്നെ നോക്കണം. ഇപ്പോഴും ഇവിടെ തന്നെ. അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിമിലോട്ട് പോവാം. അതായത് കുറച്ച് മലയാളം പാട്ടുകളിലെ ഇടയ്ക്കത്തെ വരി എടുത്തിരിക്കുന്നത്. ഞാനത് വരിയായിട്ട് പാടത്തില്ല, ജസ്റ്റ് പറയത്തേ ഉള്ളൂ. അതിൽ നിന്ന് ആ പാട്ട് തന്നെ കണ്ടുപിടിക്കണം. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ. കിട്ടിയോ? മറ്റേ മോഹൻലാലിന്റെ പാട്ട് മീനെ കൂടെ അഴലിന്റെ